എല്ലാ അവയവങ്ങൾക്കും ഒരു ഷെൽഫ് ലൈഫ് ഉണ്ട്. 100 വയസ്സ്. കണ്ണിന് ഒരു 100 വയസ്സ് വർക്ക് ചെയ്യണം, ഹാർട്ടിന് 100 വയസ്സ്, കിഡ്നി 100 വർഷം വർക്ക് ചെയ്യണം, എല്ലാത്തിനും 100 വർഷമാണ് ആയുസ് കൊടുത്തിരിക്കുന്നത്. പാൻക്രിയാസിന് അതിൻ്റെ പ്രവർത്തനം ക്ഷയിച്ച് നമ്മളൊരു 40 വയസ്സാകുമ്പോഴത്തേക്കും ഇതിനൊരു 100 വയസ്സിൻ്റെ എഫക്റ്റ് വന്നാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ടോക്ക് ഉണ്ട്. ഈ അവയവങ്ങൾ തമ്മിൽ സംസാരിക്കും. പാൻക്രിയാസ് പറഞ്ഞു, എനിക്ക് ഇത്രയും ക്ഷീണമായിപ്പോയി, എനിക്കിത് ഇത്രയേ പറ്റുള്ളൂ, ഞാൻ വിടുകയാണ്, എന്നെ കൊണ്ട് പറ്റൂല. അപ്പോൾ എന്തോ ചെയ്യും, ഹാർട്ടും കിഡ്നി ഇതെല്ലാം അവരുടെ പ്രായം കൂട്ടും ഇതുമായിട്ട് ക്യാച്ചപ്പ് ചെയ്യാൻ. ഈ ഒരു പ്രവർത്തനമാണ് ഡയബറ്റീസ് നടക്കുന്നത്. അതുകൊണ്ടാണ് ചെറുപ്പക്കാർക്ക് പ്രായമായവരുടെ അസുഖങ്ങൾ വരും, സ്ട്രോക്ക് വരും, ഹാർട്ട് അറ്റാക്ക് വരും. ഈ ഒരു തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഇത് മനസ്സിലാക്കാനും ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ സ്ട്രെയിൻ കുറയ്ക്കണം. ഇപ്പം ചെയ്യുന്ന നേരെ വിപരീതമാണ്. ഈ മരുന്ന് കൊടുത്ത് അതിനെ പിഴിഞ്ഞ് അതിനെ നശിപ്പിക്കുക. 5-6 കൊല്ലം വരെ ഷുഗർ കുറഞ്ഞിരിക്കും. നമുക്കെല്ലാം ഫോക്കസ് ചെയ്യുന്ന ഷുഗർ കുറയുന്നുണ്ടോ, നമുക്ക് ഷുഗറിൻ്റെ കൺട്രോൾ മാത്രം ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ മരുന്നുകളൊക്കെ ഉപയോഗിച്ച് ടെമ്പറൈസ് ചെയ്യാം. പക്ഷേ അവരുടെ ശരീരമാണ് ആക്രമിക്കപ്പെടുന്നത്. ഹാർട്ടിൻ്റെ റിസ്ക് വരാം, അവർക്ക് സ്ട്രോക്ക് റിസ്ക് വരാം, അവർക്ക് ഇങ്ങനെയുള്ള പാർശ്വഫലങ്ങളൊക്കെ വരാം. ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വന്നു, അത് എല്ലാവർക്കും വരുന്നതാണ്. ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. വളരെ കൂടുതലാണ്.